നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ദീപക്, രാജ്യത്തിന്റെ പൊതുരാഷ്ട്രീയ സ്ഥിതി, നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രസക്തി, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ടായി എന്ന് തുടങ്ങി ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നും പറഞ്ഞ ശേഷമാണല്ലോ എം സ്വരാജിന് വേണ്ടി മുഖ്യമന്ത്രി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുമുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഗോപി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം അൻവറിന്റെ വഞ്ചനയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണ് രാഷ്ട്രീയ പ്രസംഗം പിണറായി തുടങ്ങുന്നത്. എങ്ങനെ ഉപതെരഞ്ഞെടുപ്പുണ്ടായി, ഒരു കൊടിയ വഞ്ചനയുടെ ഇരകളാണ് നമ്മൾ, അതുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായത് എന്ന് പറഞ്ഞു തുടങ്ങിയാണ് മുഖ്യമന്ത്രി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജനങ്ങളുടെ ആരവങ്ങൾക്ക് ഇടയിലൂടെ മുഖ്യമന്ത്രി നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് വലിയ ജനാരവത്തിനിടയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അൻവറിൽ തുടങ്ങുന്നു. അൻവറാണ് ഉണ്ടാക്കിയത്. ഒരു കൊടിയ രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമായാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അതിനുശേഷം അദ്ദേഹം കേരള രാഷ്ട്രീയ കാര്യങ്ങൾ, ഭരണ തുടർച്ച ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത, ദേശീയ രാഷ്ട്രീയം, ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, ഇതെല്ലാം എണ്ണി പറഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വരാജ് നിലമ്പൂരിന്റെ ഇഷ്ടമുള്ള പ്രിയമുള്ള നേതാവാണ്. മാത്രവുമല്ല, വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒരു ക്ലീൻ ഇമേജ് ഈ നിലമ്പൂരിന്റെ LDF സ്ഥാനാർത്ഥിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണം. ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് കാത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും ജയിപ്പിക്കുക എന്നാണ് ഈ നിലമ്പൂരിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചത്. സ്വരാജിന് വേണ്ടി ആവർത്തിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാരണം അദ്ദേഹത്തിന് സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതമുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ഈ നാടിനൊപ്പം ഉണ്ടാകും. ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുകയാണ്. നിലമ്പൂരിന്റെ MLA ആയി സ്വീകരിക്കാൻ നിങ്ങൾ ഇവിടുന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് അയക്കണമെന്നാണ് പറഞ്ഞത്. ഗോപി, സംക്ഷിപ്തമായി ചുരുക്കിയാൽ ആദ്യം അൻവറിന്റെ വഞ്ചനയിൽ തുടങ്ങി കേരളത്തിന്റെ വികസനത്തിൽ മുന്നണി രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞ് ഏറ്റവും ദേശീയ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നത്, പള്ളികൾ ആക്രമിക്കപ്പെടുന്നത്, ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം നിലമ്പൂരിലേക്ക് തിരിച്ചെത്തി. നിലമ്പൂരിന്റെ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ സ്വരാജിനെ വിജയിപ്പിക്കണം എന്ന് കൃത്യമായി പറയുക, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ഗോപികൃഷ്ണൻ. നിലമ്പൂരിൽ ഇടതുമുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടിരിക്കുന്നു. സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയ സ്ഥിതി അദ്ദേഹം വിശദീകരിച്ചതോടൊപ്പം തന്നെ തുടർച്ചയായി ഭരണം ലഭിച്ച ഇടതുമുന്നണി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പിണറായി പറഞ്ഞു. എന്തുകൊണ്ടാണ് എം സ്വരാജിനെ നിലമ്പൂരിൽ വിജയിപ്പിക്കേണ്ടത് എന്ന കാര്യം കൂടി പറഞ്ഞ ശേഷമാണ് നിയമസഭയിൽ സ്വരാജിനെ ഞങ്ങൾ കാത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത്. നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ കൺവെൻഷൻ പൂർത്തിയാക്കി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി വേദി വിട്ടിരിക്കുകയാണ്.